മാതാപിതാക്കളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കൊണ്ട് ചേർക്കുന്നത് ഈ കൊച്ചുകുട്ടി കണ്ടോണ്ടിരുന്ന കാലശേഷം എഴുതാതെ വരുമ്പോ ചിലപ്പോ ചുട്ടു മലയാളികൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. പിന്നെ എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ പ്രഭാതമാണ്. കുറേ ദിവസത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി കേട്ടോ. കുറേ പേര് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ലേറ്റായിട്ടല്ലേ നേരം വെളുക്കുന്നത്. അപ്പം നേരെ പിന്നെ കിച്ചണിലേക്ക് വന്നു. പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ ഇന്നലെ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കിച്ചണിൽ ഇപ്പം നമ്മൾ ജോലിയൊക്കെ തീർത്ത് തലേ ദിവസം രാത്രി എല്ലാം ഒതുക്കി വെച്ചിട്ട് പോയി കിടക്കുന്നതാണോ ഇഷ്ടം, അതല്ല രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പം സിങ്കിൽ ചിലപ്പോൾ പാത്രങ്ങൾ കാണും അതൊക്കെ കഴുകി കിച്ചണൊക്കെ ഒതുക്കുന്നതാണോ ഇഷ്ടം? പലതരത്തിൽ ഉള്ളവരുണ്ടാവുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തലേ ദിവസം എല്ലാം ഒതുക്കി വെച്ചിട്ട് പോകുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോകുമ്പോഴേക്ക് നമുക്ക് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് ജോലിയൊക്കെ ചെയ്യാൻ നല്ല ഒരു ഉന്മേഷം കിട്ടും. പിന്നെ നമുക്ക് ഇതെല്ലാം കഴുകിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ പണികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്ത് ജോലി ചെയ്താലും ആ ജോലി കഴിഞ്ഞ ഉടൻ തന്നെ അതാത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാനിതാ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന സാമ്പാറല്ല ഇത്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സാമ്പാറാണ്. സാമ്പാറിന് തന്നെ ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി, 7-8 വറ്റൽ മുളക്, 1 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മളുടെ ഇഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളിങ്ങനെയൊക്കെ ആട്ടി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, കാരണം ഇവിടെ സനമോൾക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത്. ഇത് കണ്ട അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം പരിപ്പും വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇപ്പം ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചതുകൊണ്ടാണ് അത് പിന്നും ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പം ഇഡ്ഡലി എല്ലാം കാസറോളിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുക കേട്ടോ. അപ്പം ഞാൻ ഇഡലി എല്ലാം റെഡിയായത് കാസറോളിലേക്ക് വെച്ച് അടച്ചു വെച്ചു. അപ്പം ഇത് നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അല്ലികളായിട്ട് അടർത്തി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് ചെറിയ ജീരകം അതും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് വേണം. ഞാനിവിടെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ഈ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സാമ്പാറാണിത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ പരിപ്പ് വെന്തത് ഞാൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ടാ. സാമ്പാറിൻ്റെ ഒരുപാട് പല രീതിയിലുള്ള റെസിപ്പി ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ചിലത് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോഴേക്കും അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ വെന്തിരിക്കുന്ന പരിപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെയൊക്കെ കറികൾ ഉണ്ടാക്കുമ്പോൾ അതാണ് നല്ലത്. അപ്പം ഞാൻ ആ കുക്കറിൽ തന്നെ ആ പരിപ്പെല്ലാം ഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ആകുമ്പോഴേക്ക് സാമ്പാർ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് നല്ല ഒരു ലൂസ് സാമ്പാറായിട്ടാണ് ഇതെടുക്കുന്നത്. ഇഡ്ഡലിക്കൊപ്പം കഴിക്കാനല്ലേ. അപ്പോൾ കണ്ടേ, ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ ചേർത്തിട്ടില്ല. കുറച്ച് കറിവേപ്പിലയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കണത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ.
അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. പിന്നെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ഇപ്പം ഇഡ്ഡലിക്ക് ഞാൻ ഈ സാമ്പാറാണ് ഞാനിന്ന് കാണിച്ചു തരാം. ശരിക്കും ഇങ്ങനെ ഈ ഇഡ്ഡലിയിൽ മുങ്ങി സാമ്പാർ ഒഴിച്ചിട്ട് അതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം ഞാൻ ഇരിക്കുന്നത് ഇവിടെ വരാന്തയിലാണ് കേട്ടോ. അപ്പോൾ സലുതയെ മോളെ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നിസാറിക്ക് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇതിൽ കള പിടിച്ചിരിക്കുന്നെന്ന്. അപ്പം എനിക്ക് നേരം കിട്ടിയില്ല അങ്ങോട്ട് കയറിയിട്ട് കള പറിക്കാൻ. നേരം കിട്ടാത്തതല്ല, മടിയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം നിസാറിക്ക് കളയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പം ഇത് നല്ല ഹൈറ്റിൽ ഇരിക്കുന്നത് കാരണം ഇതുപോലെ സ്റ്റൂൾ ഇട്ടിട്ട് കയറി വേണം ഈ കളയൊക്കെ ഒന്ന് പറിക്കാനായിട്ട്. ഇതാ കണ്ടോ, നല്ലതുപോലെ ഒന്ന് കള പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇത് ഈ പറഞ്ഞ മാതിരി അടുത്ത വളമിടാനുള്ള ടൈമും ആയി നിൽക്കുകയാണ്. ഇനി വളമൊക്കെ ഇട്ട് വയ്ക്കണം. ഇപ്പം അത് നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം ചെറിയൊരു വാടൽ പോലെ തോന്നും. സനമോള് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കുക, അവക്കും ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ കൈയൊക്കെ കഴുകി ഇതാ നിസ്സാറിക്ക വന്ന് ഇനി അടുത്ത് സനമോളുമായിട്ടുള്ള കളികളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് മതി വരത്തേയില്ല, അവളുമായിട്ട് എത്ര കളിച്ചോണ്ടിരിക്കണം എന്ന് നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ അവളെ ഇങ്ങനെ എടുക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത് മുതൽ ഇവിടെയൊക്കെ ഓടി പാഞ്ഞ് നടക്കണം, അതാണ് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലി. അപ്പൊ എനിക്കൊരു കാര്യം നമ്മൾ ആൾക്കാരെ ചോദിക്കാം. സത്യം നമ്മൾ ഈ ചാനലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് വേണമല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറെ കുക്കിംഗ് കാണിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ആൾക്കാരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വേണം. ഇപ്പം അടുപ്പിച്ച് 2 ദിവസം പേപ്പറിലൊക്കെ ഈ മാതാപിതാക്കളെ ഇറക്കി വിട്ടു, മാതാപിതാക്കളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, ഇതൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പം ഇന്നലെ കേട്ടു തുടങ്ങിയൊന്നുമല്ല. എപ്പോഴും ഞാൻ വിചാരിക്കും ഇവരെങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത്. മലയാളികൾ ഇങ്ങനെ ആയിപ്പോയെന്ന്, ബാക്കിയുള്ള പോട്ട് മലയാളികൾ ഇത്രയും വിവരമുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്ന ആ മലയാളികൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. പിന്നെ അത് കാരണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അതിനുള്ള എന്താണ് ഉത്തരം, എന്ത് സംഭവിക്കാനുള്ള കാരണം എന്തോന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ കേട്ട് കേൾവിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് കാരണം? സ്വത്ത് കൂടുതലായതുകൊണ്ടായിരിക്കും. സ്വത്ത് കൂടിയിട്ടാണ്. സ്വത്ത് ഒരു ആൾക്കാർ പറയുന്നുണ്ട് ഇത് പലരും ഈ കമന്റ്സിലൊക്കെ, സ്വത്തൊക്കെ എഴുതുന്നെങ്കിൽ മക്കൾക്ക് കാലശേഷം എഴുതാവൂന്ന് വെച്ച്. എഴുതാതെ വരുമ്പോ ചിലപ്പോ ചുട്ടു ഈ കേസ് അതാണ്. ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് മാതാപിതാക്കളെ മണ്ണൊഴിച്ച് കത്തിച്ചത്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എന്താണ് ഇതിനെ ബേസിക് ആയിട്ട് ഇതിനെ ഒഴിവാക്കാനായിട്ടുള്ള കാരണം? സാർ എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായം എന്താണ്? വളർത്തുന്ന സാഹചര്യവും കാര്യങ്ങളൊക്കെ നല്ല സാഹചര്യത്തിൽ തന്നെയാണ് ഈ മാതാപിതാക്കൾ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് പറഞ്ഞു കേട്ടാ, അവരവരെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നോക്കുന്ന രീതി മക്കള് കണ്ടുപിടിക്കും. ഇപ്പൊ ഒരു മാതാപിതാക്കളെ കൊണ്ടുവന്ന് മറ്റേ ഈ ഓൾഡ് ഏജ് എന്നുണ്ടല്ലോ, മറ്റേ വൃദ്ധസദനത്തിൽ കൊണ്ട് ചേർക്കുന്നത് ഈ കൊച്ചുകുട്ടി കണ്ടോണ്ടിരുന്നാൽ അവരെ മനസ്സിൽ തോന്നും വയസ്സാവുമ്പം ഈ കുട്ടിയെ കൊണ്ടുവന്ന് അവിടെയാണ് ആക്കേണ്ടതെന്ന്. അല്ലേ? ഈ കുട്ടിയല്ല മാതാപിതാക്കൾ. അല്ല, ഈ കുട്ടികൾ വിചാരിക്കും എന്റെ മാതാപിതാക്കൾ. അപ്പൊ അവര് അത് കണ്ട് പഠിക്കുവാണ്. ഇപ്പൊ നമ്മുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് അറിയാം. ഈ അണുകുടുംബം വന്നില്ലേ, അതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. നിന്റെ പണ്ടൊന്നും ഇതൊന്നും ഇല്ല എന്നല്ല. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ കേക്ക്. അണുകുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അവര് കൂട്ടുകുടുംബം ആകുമ്പോ ഇതൊക്കെ കണ്ട് പഠിക്കുവാണ്. ഇത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. അവരെ വീട്ടിൽ അവരെ പഠനശാല അവരെ വീടാണ്. അത് കാണുന്നതാണ് കണ്ടുപഠിക്കുന്നത്. അവരെ മാതാപിതാക്കളെ വഴക്ക് പറയുന്നത്, മാതാപിതാക്കളെ അടിക്കുന്നത്, മാതാപിതാക്കളെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിൽ ചേർക്കുന്നതൊക്കെയാണ് ഈ കുട്ടി കാണുന്നത്. അത് കുട്ടി വളർന്നു വരുമ്പോൾ അവരെ മനസ്സിലത് തോന്നുന്നുണ്ടാണ്. ഇതൊക്കെ വരുന്നത് അതുകൊണ്ടാണെന്ന് എന്റെ ധാരണ. നിങ്ങൾക്കും പറയാം, നിങ്ങൾക്ക് എന്തായാലും ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്ന. അതില് കുറെ ഏത് മതസ്ഥരാണെങ്കിലും ഒരു ദൈവഭയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മതത്തിലും ഇത് തന്നെ പറയുന്നതാണ്. മാതാപിതാക്കളെ കാൽ കീഴിലാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നത് വെച്ചാൽ അവരെ അതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ചെയ്യാനുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് ഈ അടുത്ത കാലങ്ങളിലാണ്. ഒരു 10-20 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ മാറ്റം വന്നത്. ഈ മാറ്റം ഈ പാശ്ചാത്യവൽക്കരണവും ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഈ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഏത് ദൈവവിശ്വാസത്തിൽ നിന്ന് മാറുന്നതുകൊണ്ട് സംഭവിക്കാം ഇതൊക്കെ. പിന്നെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സലു എന്ന് പറയുന്നല്ലോ, സലു അതല്ല. എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വയസ്സായി കഴിയുമ്പോഴേക്കും ഏത് മാതാപിതാക്കളും അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. മക്കളോടൊപ്പം
ഒപ്പം താമസിക്കുന്നതിനേക്കാളേറെ അവർക്ക് അവരുടേതായിട്ടൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ, എന്റെ വിശ്വാസമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടേത്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ടാണ് അവരുടെ മക്കള് കൊണ്ട് അവര് വൃദ്ധസദനത്തിൽ ഇടുന്നാകുമ്പോൾ അവരുടെ ലോകത്ത് അവര് മാത്രമായിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും നമ്മള് നല്ല രീതിക്ക് മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളുടെ മക്കള് നമ്മളെ ചതിക്കത്തില്ല എന്ന്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. മക്കളെ അവരുടെ നന്മയ്ക്കാണ് അവിടെ ഉണ്ടാക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആര് നോക്കും? മറ്റേത് അവരെ ശുശ്രൂഷിക്കാനും അവരെ നോക്കാനും ഒക്കെ ആൾക്കാർ. നമ്മളൊരു സിംഗിൾ ആയിട്ട് വീട്ടിൽ താമസിക്കുന്നതും ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യത്യാസം എന്ന് പറയാം. ഫ്ലാറ്റിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇല്ല, ഇവിടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരു പ്ലംബർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ ആവശ്യം വന്നാൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ആവശ്യം വന്നാൽ നമുക്ക് ഒരാളെ വിളിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴേ എല്ലാവരും ഉണ്ടാവുമല്ലോ, അതൊന്നും ആ രീതിയിലാണ് അവരും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരുപാട് മാതാപിതാക്കളൊക്കെ ഉണ്ടാവും. അവരെ അഭിപ്രായം പറയട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ കൂടി വന്നിട്ടുള്ള മാതാപിതാക്കളുടെ അഭിപ്രായം പറയട്ടെ. ഏതാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ താമസിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ചെറുകുട്ടികളും മക്കള് പുറത്താണ്, ഇവർക്ക് മാതാപിതാക്കൾക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല, അവർക്ക് ഇവിടെ നാട്ടിൽ തന്നെ. പക്ഷെ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിക്കണം. ഇപ്പം അവർ ഗൾഫിലോ അല്ലെങ്കിൽ പുറം ലോകത്തോ ആയിരിക്കും, അവർ മാത്രമേ നാട്ടിലുള്ളൂ, അവർക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ചോയ്സ്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണോ, നിങ്ങൾക്ക് ഒരാളെ കൂട്ടെന്ന് വെച്ച് അവിടെ താമസിക്കണോ, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ പോകണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോകണോ? അവരെ ചോയ്സാണ്, അവരെ ചോയ്സ് മാതാപിതാക്കൾ അല്ല. റീസെന്റ് ഇൻസാർക്ക് എന്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് ഈ ഒരു പ്രശ്നം വന്നപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആ മോൻ നല്ലൊരു പൊസിഷനിൽ ജോലി. അത് പിന്നെ അങ്ങനെയുള്ളൂ. ഇപ്പൊ ഈ നമ്മൾ ഇത് മാത്രം കാണില്ല. സൽമാൻ ഇപ്പൊ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു കേട്ടാ. എനിക്കറിയാവുന്ന ഒരാളുടെ ഒരു അടുത്ത ബന്ധുവോ ഫ്രണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. US നല്ല ജോലിയുള്ള മനുഷ്യനാണ്. പുള്ളി ജോലി രാജിവെച്ചിട്ട് കുറച്ചു കാലമായിട്ട് ഉമ്മായെ നോക്കി നാട്ടിൽ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് അങ്ങനെയുള്ളവർ എത്രയും പേരുണ്ട്, ഇഷ്ടംമാരുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരുടെ മനസ്സാണ്. മനസ്സ് മാത്രമില്ല, ഇപ്പൊ അവർക്ക് ഇപ്പൊ പ്രാരാബ്ദം അല്ലെങ്കിൽ കുടുംബസ്ഥ സാമ്പത്തിക അങ്ങനത്തെ ആവശ്യമുള്ളവരാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റുന്നൊരു ഓപ്ഷൻ അല്ല. അങ്ങനെ മാതാപിതാക്കൾ വില കൊടുക്കുന്നവരുണ്ടെന്ന് ഞാൻ പറയുവാണ്. അപ്പൊ നമ്മൾ ഈ മറ്റൊരു സൈഡ് മാത്രം കുറ്റം പറയില്ല, അവരെ കത്തിച്ചു മറ്റേന്ന്. അതിന്റെ കൂടെ മറ്റു സൈഡുള്ള ആൾക്കാരും കേരളത്തിലുണ്ട്. പിന്നെ പിന്നെ ഇതില് എനിക്ക് മറ്റൊരു അഭിപ്രായം എന്തറിയോ, ഇതിപ്പം നമ്മൾ അങ്ങനെ നല്ലൊരു രീതിക്ക് പറയണത്, ഈ മക്കളുടെ അടുത്ത് അതായത് ആ ഒരു രീതി കാണിക്കാത്ത മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്കറിയാം കേട്ടോ. അത് പറഞ്ഞ് ശരിയായിരുന്നു. ഇപ്പൊ നമ്മൾ മാതാപിതാക്കളെ സൈഡ് നോക്കുന്നു, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുണ്ടോന്നോ ആണ് കമ്മി പറയുന്നത്. അതെ, അതൊരു വശം. അവരുടെ സൈഡ് ആരും കേൾക്കുന്നില്ല. പക്ഷെ സൈഡ് ഉണ്ട്, അങ്ങനെയും മാതാപിതാക്കളുണ്ട്. അപ്പൊ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത്. മക്കളെ അങ്ങനെ കരുതണത് തെറ്റാണ്. ഇല്ല, അങ്ങനെയുള്ളവരെ നമുക്കറിയത്തില്ലേ? അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അതിന് എന്തായാലും നിങ്ങള് ഇതിനൊരു നിസ്സാരൊക്കെ ചോദിച്ചതിന് ഒരു ഉത്തരം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യും. നമ്മുടെ സനമോൾ ഇങ്ങനെ ക്യാമറ തള്ളിയിട്ട്. അപ്പൊ നമുക്ക് അപ്പൊ ഇതിനേതായാലും നിങ്ങൾ മറുപടി അയക്കാം, കമന്റ് ആയിട്ട് ഇടണം നിങ്ങളെ അനുഭവങ്ങൾ. ഇന്നിപ്പം ഉച്ചയാകാനൊന്നും ഞാൻ കാത്തു നിന്നില്ല. അപ്പം നേരത്തെ ജോലി ഒതുക്കാന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ നല്ലൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനേ. ഇതൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു ടൈമിൽ അടിക്ക് പിടിക്കരുത്. നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാളയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം, അതല്ല മറ്റു പാത്രങ്ങളിലേക്ക് കുക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൺചട്ടി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് അല്ലേ. അപ്പം എന്നെപ്പോലെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് മൺചട്ടിയോട് ഇത്രയേറെ ഇഷ്ടപ്പെടുന്നവർ? ഒന്ന് പറയണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു മൺചട്ടിയൊക്കെ നമ്മൾ ഒരുപാട് നാളൊന്നും അങ്ങനെ ഇരിക്കത്തില്ല. കാരണം നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ കുറേ മൺചട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലെയുള്ള മാറി എടുക്കണത് കൊണ്ട് ഒരെണ്ണം ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞായിരിക്കും അടുത്തെടുക്കണത്. അപ്പോൾ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമ്മളിത് ഞാനപ്പോൾ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇത് എടുക്കുമ്പോഴായാലും ഈ ചട്ടിക്കുണ്ടല്ലോ അത്ര ഒരു ആയുസ് കിട്ടത്തില്ല കേട്ടോ. ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിവിടെ നല്ല പിടക്കണ ഞണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി എടുത്തത്. ഇപ്പോൾ സ്റ്റീൽ പാത്രമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് പാത്രമാണെങ്കിലും ഇതിൽ പോറൽ വരും. കാര്യം ഇത് ഞണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് ഇളക്കുമ്പം അത് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതലല്ല. പക്ഷെ മൺചട്ടി ആകുമ്പോഴേക്കും അങ്ങനെയല്ല, നല്ല വിശാലമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചാറ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതല്ലേ. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം വെള്ളം ചേർത്ത് കഴിക്കുന്ന അതൊരു കറിയുടെ പരുവമാവും. ഇതൊരു റോസ്റ്റ് അല്ലേ ഉണ്ടാക്കണത്. അങ്ങനെ നമ്മളുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞണ്ട് ഇഷ്ടമുള്ളവരുണ്ടെന്നുകൂടി ഒന്ന് പറയുക കേട്ടോ. ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ ഒരു രസമല്ലേ നിങ്ങളുടെ കാര്യങ്ങളൂടി അറിയുമ്പം. അങ്ങനെ നിസാറിക്ക പഴുക്കാൻ വെച്ചിരിക്കുന്ന ചക്ക കൊണ്ടുവന്ന് ദേ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മളന്ന് മുറിച്ച് വെച്ച ചക്കയില്ലേ, നമ്മുടെ കുറേ ആൾക്കാർ പറഞ്ഞ എന്താ അറിയോ, വെച്ചിരുന്ന പഴുക്കും കേട്ടാന്നേ. ആ ഫ്രണ്ടില്, അതായത് ഇപ്പൊ മുറിക്കുന്ന ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ കയ്പുണ്ടാവും. അവിടെ ചെറിയൊരു കയ്പ് രസം ഉണ്ടാവും. പഴുത്താ മണം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. നിസാറിക്കാക്ക് ചക്ക കൊടുക്കണമെന്നുള്ളവരാണെങ്കിൽ പാഴ്സൽ അയച്ചു കൊടുത്ത് സ്വീകരിക്കുന്നതാണല്ലേ എന്നൊക്കെയാണ് പറയണത്. ത്യാഗം ചെയ്യണം. നമ്മളറിയണവർക്കറിയാം ഇത്ര പാവാണെന്നുള്ളത്. അതിലുണ്ട്, വലിയ മധുരമല്ല, കുഴപ്പമില്ല. കൊണ്ടുവന്ന ആളെ പറഞ്ഞില്ല, ഭയങ്കര കട്ടി. ഇത് ആദ്യമൊക്കെ ഉള്ള ചക്ക ആയതുകൊണ്ടായിരിക്കും. ഇങ്ങോട്ടൊരാള്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല സമയം, എനിക്ക് ഇങ്ങോട്ടൊരാള് ചക്ക തരാമെന്ന് പറഞ്ഞാണ്, അത് നിരസിച്ച് ചെയ്യാൻ. അതാണ് കുഴപ്പമായത്. അതുകൊണ്ട് ഈ ചക്ക ആദ്യം കിട്ടിയ ചക്കയായി, അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനം രണ്ടാമതായി പോയേനെ. ഇന്നലത്തെ പിച്ചാത്തെടുക്കുന്നത് ഇത് മൂർച്ചയില്ലാതെ. ആ അത് ശരി, ഇത് മൂർച്ച നോക്കിയെടുത്താണ്. ചക്കക്കുരു ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യണേ. ചക്കക്കുരു സമയം ചിരിക്കോ? എന്താ സമയം? എനിക്കിങ്ങനെ ഈ ചുട്ട ചക്കക്കുരു ഇഷ്ടമാണ്, അടുപ്പിലേ. പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ രസമായി. പൊട്ടുമ്പോ കഴിച്ച ശേഷം അല്ല, കഴിച്ചതിന് ശേഷവും അല്ല, ചുടുമ്പഴും കഴിച്ച ശേഷമുള്ള പൊട്ടല്. ചക്ക അത്ര പോരാ. ചില പ്രാസം കേട്ടിട്ടില്ലേ? ഇപ്പൊ കല്യാണം കഴിയുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു പ്രാസം കൂടുതൽ വയ്ക്കണത്. എന്തോന്നറിയാവോ? ചക്കയാണ് ആ ചൂഴ്ന്നോയ്ക്ക് എടുക്കാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പ്രാസം. കല്യാണത്തിന്റെ അല്ല, നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് ചോദിച്ചത്. ഇപ്പൊ കല്യാണം അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പം കല്യാണം മുമ്പ് ലിവിങ് ടുഗദർ ഒക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പൊ ചൂഴ്ന്നോയ്ക്ക് അറിയാന്നാണ് പറയണത്. അപ്പൊ ആൾക്കാരെ സ്വഭാവമൊക്കെ അപ്പോഴും അറിയാൻ പറ്റും.
പാശ്ചാത്യ സംസ്കാരം ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നതിന്റെ തെളിവല്ലേ ഇതൊക്കെ അല്ലേ? ചൗണി കണ്ട പെട്ടെന്ന് കറുത്തു പോണ തല്ലി പഴിപ്പിച്ചല്ലേ. കൊതിക്ക് കഴിക്കാമെന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് ആ പകുതി മുറിച്ചതിന്റെ ചൊള ഉണ്ടാ. അധികം കനമില്ലാത്ത ചൊളയായിരുന്നു. സനമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണേ ഇവിടെ വന്ന് കുളിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴെന്ന് വെച്ചാൽ തല കുളിപ്പിച്ച് തലയൊക്കെ തുടച്ചു കൊടുത്ത ശേഷം ഇതുപോലെ അവളെ ഇരുത്തി കളിപ്പിക്കും കേട്ടോ. അപ്പൊ ഇവർക്കൊക്കെ അതല്ലേ ഇഷ്ടം. ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നതേ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനിടയിൽ ക്രീമൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തല പോതാനൊന്നും ഇപ്പൊ ഇരുന്ന് തരത്തില്ല കേട്ടോ. അപ്പം അവളുടെ മുടിയൊന്ന് ഒതുക്കി വിടുത്താന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഷാല്ലാ ഇനിയിപ്പൊ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വിടണം. അവൾക്ക് ഒരുപാട് മുടിയൊന്നും ഇല്ലാണ്ടില്ലേ, ഇതായത് കുറച്ച് മുടിയേ ഉള്ളൂ. ഇനി പറ്റുമ്പം ഇനി ഒന്നുകൂടെ ഒന്ന് മുട്ട അടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിപ്പിച്ച് വരുമ്പോൾ പിള്ളേരൊക്കെ നല്ല സുന്ദരിമാരാ. അപ്പൊ ഇന്നിപ്പം ഡിന്നർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിന്നറാണ് കേട്ടോ. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണെന്ന് പറയാം. അങ്ങനെ ഒരു ഡിന്നറാണ് ഞാൻ തയ്യാറാക്കണത്. ഞാൻ പറഞ്ഞില്ലേ ഏത്തപ്പഴം, അതിൽ കുറച്ച് പഴുത്ത് അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. ഈ ഒരു പരുവത്തി ഇരിക്കും. ഇനി അടുത്ത സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അത് കൈവിട്ടു പോകും. അപ്പൊ അത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പച്ചക്ക് കഴിക്കുന്നതാണോ, അതായത് പുഴുങ്ങാതെ കഴിക്കുന്നതാണോ ഇഷ്ടം? ചിലർക്ക് നെയ്യിൽ വാട്ടി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഇത് മറ്റൊന്നുമല്ല, പുട്ടാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവ് നോക്കിയപ്പോൾ തീർന്നു പോയി. അപ്പം ഇപ്പം തൽക്കാലം അരിമാവിലാണ് ഞാൻ ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് പോണത്. പിന്നെ മക്കളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ, മക്കളെയൊക്കെ വളർത്തി ഒരു നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഇപ്പം കുട്ടികൾ പറയുന്ന എല്ലാം സാധിച്ചു കൊടുത്ത് അങ്ങനെ വളർത്തുന്നതും ശരിയല്ല. അപ്പം നമ്മൾ തെറ്റ് പിള്ളേർ ചെയ്യുമ്പം അത് അവരെ ശാസിച്ചും ഒക്കെ തന്നെ വളർത്തണം. അല്ലാതെ നമ്മൾ പോട്ടെ മോളെ അല്ലെങ്കിൽ പോട്ടെ മോനെ എന്ന് പറഞ്ഞ് വളർത്തി കഴിഞ്ഞാൽ ആ പിള്ളേരുടെ ഭാവി അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ എല്ലാം സാധിപ്പിച്ച് അങ്ങനെ ഒരിക്കലും വളർത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടപ്പെടുത്തേയില്ല. അത് കറക്റ്റാണ്. ഉപദേശമല്ല അവർക്ക് കൊടുക്കേണ്ടത്. എന്താണ് കൊടുക്കേണ്ടത് പറയാമോ? നിർദ്ദേശങ്ങളാണ്. ഉപദേശ രൂപേണ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ ഈ ഉപദേശങ്ങളും മറ്റ് കഥകളും അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഉപദേശം കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത്. അങ്ങനെ ഇപ്പം നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പുട്ടുകുടത്തിലേക്ക് വെച്ചു. ആ സമയം തന്നെ പഴവും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ ഡിന്നറൊക്കെ നമ്മൾ നേരത്തെ കഴിക്കണം എന്ന് പറയും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം 2 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കണുണ്ട്. എത്ര ദിവസത്തേക്കാണെന്നുള്ളത് എനിക്കും അറിയത്തില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.